സോ നമ്മൾ ഇനി കാണാൻ പോകുന്നത് പ്രീഫിൽ ഡേറ്റ കളക്ഷൻ, ഫോം 16 ബാങ്ക് സ്റ്റേറ്റ്മെന്റ്സ്, ഇതെല്ലാം നമ്മൾ എങ്ങനെ എടുക്കണം, നോക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ഗെയിൻസ്, ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മളെങ്ങനെ കൊള്ളേറ്റ് ചെയ്ത് ഒരു എക്സൽ ഷീറ്റിൽ തുടക്കം തന്നെ എടുത്തു വെക്കുന്നുള്ളതാണ് നമ്മൾ ഇതിൽ കാണുന്നത്. പ്രീ ഫില്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യം തന്നെ നമ്മൾ എംപ്ലോയറുടെ അടുത്ത് നിന്നും ഫോം 16 വാങ്ങിക്കഴിഞ്ഞു. ഒരു എക്സൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്ത് ഈ ഡേറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നതെല്ലാം അതിൽ കൊള്ളേറ്റ് ചെയ്യുക. സാലറി ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഈ എംപ്ലോയറുടെ ഫോം 16 നമുക്ക് കിട്ടുന്നതായിരിക്കും. ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ് ബൈ കമ്പനി അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്സ് ഇൻ ELSS LIC പോളിസീസ്, അങ്ങനെ ATC ഡിഡക്ഷൻസിന് വേണ്ടി നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നമ്മൾ കണ്ടുപിടിക്കുകയും ഇതിന്റെ ഡോക്യുമെന്റ്സ് വളരെ ശ്രദ്ധാപൂർവ്വം എടുത്തു വെക്കുകയും വേണം. FDയിലും SMEs ബാങ്ക് അക്കൗണ്ടിലെല്ലാം ഉള്ള നമുക്ക് ഇൻട്രസ്റ്റ് കിട്ടിയിരിക്കുന്നതിന്റെ എമൗണ്ട് കണ്ടുപിടിക്കുക. നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം കണ്ടുപിടിക്കുക. കമ്പനികളിൽ നിന്നും എത്ര ഡിവിഡൻഡ് കിട്ടിയിരിക്കുന്നു, ഈ കാര്യങ്ങൾ ഷീറ്റിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ നമ്മൾ ഏതെങ്കിലും പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള റെന്റൽ ഇൻകം എത്രയാണ്, അവിടെ താമസിക്കുന്ന ആളുടെ പേര് മുതലായ വിവരങ്ങൾ ശേഖരിക്കുക. നമ്മൾ തന്നെ സെൽഫ് അസസ്മെന്റ് ടാക്സ് ആയി നമ്മൾ ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ 26 AS നമ്മൾ ഡൗൺലോഡ് ചെയ്ത് അതിൽ നിന്നും എന്തെങ്കിലും നമ്മൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും നമ്മുടെ എക്സൽ ഷീറ്റിൽ ആഡ് ചെയ്ത് ITRൽ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാഗം, നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു ഷെയറോ മ്യൂച്വൽ ഫണ്ടോ നമ്മൾ വിറ്റിട്ടുണ്ടെങ്കിൽ, ഈ വർഷം വിറ്റിട്ടുണ്ടെങ്കിൽ, അത് ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ എന്ന് നോക്കിയിട്ട് അതിൽ നിന്നുമുള്ള ക്യാപിറ്റൽ ഗെയിൻസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ഒരു പ്രത്യേക ഫോർമാറ്റിൽ അതിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എഴുതി വെക്കുക. അതെന്താണെന്നുള്ളത് ഞാൻ മിനിറ്റിൽ കാണിച്ചു തരാം. അതുകൂടാതെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു സെയിൽ ഓഫ് പ്രോപ്പർട്ടി നടന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി സെല്ലിംഗ് ഈ ഫിനാൻഷ്യൽ ഇയർ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ബൈ പ്രൈസ്, സെയിൽ പ്രൈസ്, ഇൻഡെക്സേഷൻ കോസ്റ്റ്, ഇൻഡെക്സേഷൻ ആൻഡ് അതർ ടാക്സസിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടാൽ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാകുന്നതാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം ലോങ് ടേം ആണോ ഷോർട്ട് ടേം ആണോ തിരിച്ച് പ്രോപ്പർട്ടിയുടെ ക്യാപിറ്റൽ ഗെയിൻസും രണ്ടായി തിരിച്ചു വയ്ക്കുന്നതാണ്. ഇനി നമ്മൾ ഈ ഡീറ്റെയിൽസ് എല്ലാം എങ്ങനെ കളക്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്നതായിട്ടാണ് ഈ എക്സൽ ഷീറ്റിൽ കാണിച്ചിരിക്കുന്നത്, ഫില്ല് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ബാങ്ക് ഡീറ്റെയിൽസും പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ എഴുതുക. അതുപോലെ ഫോം 16 നോക്കി സാലറി ഡീറ്റെയിൽസ്, ബേസിക് സാലറി എത്ര, അക്കോമഡേഷൻ എത്ര, നമുക്ക് മുമ്പുള്ള എംപ്ലോയറിൽ നിന്നും പുതിയതായി കിട്ടിയിരിക്കുന്ന സാലറി എത്ര, നമുക്ക് എക്സംപ്റ്റ് അലവൻസ്, ലീവ് എൻടൈറ്റിൽമെന്റ് എൻകാഷ് ചെയ്യുന്നതിന്റെ എല്ലാം എക്സംപ്റ്റ് അലവൻസുകളുടെ ഡീറ്റെയിൽസ് കൊടുക്കുക. സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻസ്, അതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. അങ്ങനെ നെറ്റ് സാലറി, ഇത് ഓട്ടോമാറ്റിക്കായി ആ ഫോം കണ്ടുപിടിക്കുന്നതാണ്. അതിനാണ് ഞാൻ ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്നത്. ഈ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ചു. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കും. ഞാനൊരു ഓവർവ്യൂ മാത്രമാണ് തരുന്നത്. അതാത് പേജുകൾ ഫില്ല് ചെയ്യുമ്പോൾ ഈ ഡീറ്റെയിൽസ് എന്താണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കൃത്യമായി കാണാം. ഇപ്പോൾ പിന്നെ ഹൗസ് പ്രോപ്പർട്ടി, നമ്മൾ ഏതെങ്കിലും ഒരു റെന്റലിന് നമ്മളുടെ ഒരു ബിൽഡിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ്, അതുപോലെ ക്യാപിറ്റൽ ഗെയിൻസ്, ലോങ് ടേം ഓർ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻസ് ഓൺ മ്യൂച്വൽ ഫണ്ട്, ഷെയർസ്, പ്രോപ്പർട്ടി, അതിനെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അത് ഞാൻ കാണിച്ചു തരാം. അതിനുശേഷം അതർ സോഴ്സ് ഓഫ് ഇൻകം, ഡിവിഡൻഡ്, സേവിങ്സ് ബാങ്ക്, FD ഇൻട്രസ്റ്റ് മുതലായ ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്തിരിക്കുന്നതിന് നമ്മളിത് കാണണം. അതുപോലെ ക്യാരി ഫോർവേഡ് ലോസസ്, എത്ര ലോസസ് ആണ് നമ്മൾ മുൻ വർഷങ്ങളിലേക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിരിക്കുന്നത്, അതിനെ യൂസ് ചെയ്ത് ഈ കൊല്ലത്തെ ഗെയിനിൽ നിന്ന് നമുക്ക് തട്ടിക്കഴിക്കാൻ സാധിക്കും. അതുപോലെ ഡിഡക്ഷൻസ്, ATC, ATTTA, ELSS, ഇക്വിറ്റി ലിങ്ക്ഡ് സേവിംഗ് സ്കീം, LIC പോളിസീസ്, ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ മുതലായി കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ്. എക്സംപ്റ്റ് ഇൻകം, അഗ്രികൾച്ചറൽ ഇൻകം എല്ലാം നമുക്ക് കിട്ടിയിരിക്കുന്നതിന് നമുക്ക് എക്സംപ്റ്റ് ഇൻകം ആയിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അഡ്വാൻസ് ടാക്സ്, നമ്മൾ സെൽഫ് അസസ്മെന്റ് ആയി ടാക്സ് അടച്ചിട്ടുണ്ടെങ്കിൽ അത് കമ്പനി അടച്ചിരിക്കുന്ന ടാക്സിന്റെ ഡീറ്റെയിൽസ്, എത്ര രൂപയാണ് അടച്ചത്, നമ്മുടെ സാലറി എത്ര മുതലായവ. അതുപോലെ ടാക്സ് കളക്ടർ സോഴ്സ്, ചില ഓർഗനൈസേഷൻസ് നമ്മളുടെ ടാക്സ് നമ്മൾ തന്നെ, അല്ലെങ്കിൽ നമ്മളൊരു സ്ഥലം കൊടുത്തപ്പോൾ തന്നെ എല്ലാം അതിൽ നിന്ന് ഒരു ടാക്സ് ഡിഡക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാം നമ്മൾ എഴുതുക. ഇനി ക്യാപിറ്റൽ ഗെയിൻസിന്റെ ഡീറ്റെയിൽസ് നമ്മൾ എങ്ങനെയാണ് കളക്ട് ചെയ്തെന്ന് നോക്കാം. ഷോർട്ട് ടേം, ലോങ് ടേം എന്ന് രണ്ടായി തിരിക്കുക. അതുപോലെ ലാൻഡും മ്യൂച്വൽ ഫണ്ട്സും ഷെയർസും രണ്ടായി തിരിക്കുക. ലാൻഡിന്റെ ഡീറ്റെയിൽസ് നമ്മൾ പ്രത്യേക ടെംപ്ലേറ്റിൽ എഴുതേണ്ട ആവശ്യമില്ല. ഇത് ഞാൻ ITR 2 എങ്ങനെയാണോ ആ ലൈൻസ് ഏത് ഓർഡറിലാണോ എഴുതിയിരിക്കുന്നത് അതേ ഓർഡറിൽ തന്നെ കൊടുത്തിരിക്കുകയാണ്. അതിൽ യൂസ് ചെയ്തിരിക്കുന്ന ടേംസും യൂസ് ചെയ്തിരിക്കുകയാണ്. എന്തായാലും 1-2 പ്രോപ്പർട്ടികൾ മാത്രമേ സാധാരണ ഒരാൾക്ക് ഒരു വർഷം കൊടുക്കുന്നതിന് ഉണ്ടാവുകയുള്ളൂ. അതിന്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് സെല്ലിംഗ് സൈഡ് ഡീറ്റെയിൽസ് ആണ് ഈ സെൽ കൊടുത്തിരിക്കുന്നത്. ഇത് ബൈയിങ് സൈഡ്, ബൈ ചെയ്തപ്പോൾ നമുക്ക് ഇംപ്രൂവ്മെന്റ് കോസ്റ്റ് എത്ര കൊടുത്തു, എക്സ്പെൻസ്, രജിസ്ട്രേഷൻ എക്സ്പെൻസ് എത്രയായി മുതലായ കാര്യങ്ങൾ, എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, അതുപോലെ കൊടുത്തപ്പോൾ എത്ര രൂപയ്ക്ക് കൊടുത്തു, സ്റ്റാമ്പ് ഡ്യൂട്ടി വാല്യൂ എത്രയായിരുന്നു മുതലായ ഡീറ്റെയിൽസ്. ഇത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതായത് പേജ് കാണുമ്പോൾ കാണുന്നതായിരിക്കും. അതുപോലെ മ്യൂച്വൽ ഫണ്ട്സിന്റെ കാര്യത്തിലും ഒരു പ്രത്യേക ടെംപ്ലേറ്റ് ഉണ്ടാക്കുക. കമ്പനി നെയിം, എത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, എത്രയാണ് അതിന്റെ വില, എത്ര ക്വാണ്ടിറ്റി, എത്ര നെറ്റ് പ്രോഫിറ്റ്, അങ്ങനെ ഓരോ കമ്പനിക്കും എഴുതിയതിനു ശേഷം ഒരു ടെംപ്ലേറ്റിൽ നിന്നും
നമ്മൾ എടുക്കുന്ന ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ സെയിൽ പ്രൈസ്, ടോട്ടൽ ആയിട്ടുള്ള സെയിൽ പ്രൈസ് ഡീറ്റെയിൽസ് ആണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന് എത്ര എക്സ്പെൻസ് വന്നു, ബ്രോക്കറേജ് മുതലായ കാര്യങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്ക് ഇത് എത്ര ഇത് കിട്ടി, അങ്ങനെ 3 ലക്ഷം ക്യാപിറ്റൽ ഗെയിൻസ് ഈ വർഷം നമുക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽ ആണ്. ലോങ് ടൈമിന്റെ ലാൻഡും മ്യൂച്വൽ ഫണ്ടിന് സെപ്പറേറ്റ് ആയിട്ട് എഴുതുക. ലാൻഡിന് ഇതുപോലെ തന്നെ, പക്ഷേ ഈ ഫിഗേഴ്സ് എല്ലാം ഇൻഡെക്സ്ഡ് ഫിഗേഴ്സ് ആണ് ഇവിടെ കൊടുക്കേണ്ടത്. മ്യൂച്വൽ ഫണ്ട്സ് ഓർ ഷെയർസ് ലോങ് ടൈമിൽ വെച്ചതിന് ശേഷം നമ്മൾ കൊടുത്തത് എന്നുണ്ടെങ്കിൽ ആ ഓരോ കമ്പനിയും ഈ ഒരു ടെംപ്ലേറ്റിൽ ഒരു സെപ്പറേറ്റ് ലൈനായി വരേണ്ടതുണ്ട്. ഇത് ഒരു പർട്ടിക്കുലർ പേജിൽ ITRൽ നമ്മളിത് ഈ ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യുന്നത്. അതിന്റെ ISIN നമ്പറും കമ്പനി നെയിമും ഈ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഏകദേശം ഇതേ ഓർഡറിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്നും കോപ്പി ചെയ്യാനായിട്ട് കുറച്ചും കൂടി സൗകര്യം ഉണ്ടായിരിക്കും. ഈ ഡീറ്റെയിൽസ് ഇതേ ഓർഡറിൽ തന്നെ കണ്ടുപിടിച്ച് എഴുതുകയാണെങ്കിൽ നമ്മൾ എല്ലാ കമ്പനികളും ഈ വർഷം സെയിൽ നടത്തിയിരിക്കുന്ന ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സ് ഉള്ള എല്ലാ കമ്പനികളുടെ പേരും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിന്റെ പേരും സെപ്പറേറ്റ് ആയി ഇതിൽ റോയെ വരേണ്ടതാണ്. എന്നാൽ ഒരു കമ്പനി തന്നെ പല പ്രാവശ്യം സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഒരു റിലയൻസ് ഇൻഡസ്ട്രീസിനെ നമ്മൾ 4 or 5 പ്രാവശ്യം സെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം കൺസോളിഡേറ്റ് ചെയ്ത് ഒരു ലൈനായും ഇതിൽ എഴുതാവുന്നതാണ്. ഫ്രണ്ട്സ്, ഐ ആം ടെനി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പ്ലീസ് ലീവ് എ കമന്റ്. ITR 2ന്റെ അടുത്ത ഭാഗങ്ങളുമായി ഞാൻ ഉടനെ അടുത്ത വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇത് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫ്രണ്ട്സും ഇതറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവരുമായി ഷെയർ ചെയ്യുക, എന്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ITR 2ന്റെ സ്റ്റെപ്സും പെട്ടെന്ന് പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.